ഹലോ, ഇന്ന് സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതായ ബയോട്ടിൻ ലഡു അല്ലെങ്കിൽ പ്രോട്ടീൻ ലഡു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് ബദാം റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ബദാം റോസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ കളറ് ലൈറ്റായിട്ട് ചേഞ്ച് ആവും. ശേഷം ഒരു പൊട്ടുന്ന സൗണ്ടും കേൾക്കും. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റായിട്ട് റോസ്റ്റായി. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ 1 കപ്പ് എള്ള് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എള്ളും റോസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ കളർ ലൈറ്റായിട്ട് ചേഞ്ച് ആയിട്ട് പൊട്ടുന്ന സൗണ്ടും കേൾക്കും. ഇപ്പോൾ എൻ്റെ എള്ള് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ശേഷം ഇതേ പാനിലേക്ക് തന്നെ 1 കപ്പ് നിലക്കടല റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഞാനിതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും റോസ്റ്റിംഗ് ടൈം ഡിഫറെൻ്റ് ആകും. അപ്പോൾ നമ്മൾ ഒന്നിച്ച് റോസ്റ്റ് ചെയ്താൽ ചിലത് നല്ലതുപോലെ റോസ്റ്റ് ആവുകയും ചിലത് ഒട്ടും റോസ്റ്റ് ആവാതെയും ഇരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ നിലക്കടല റോസ്റ്റായി ഇത് മാറ്റി വെക്കാം. ശേഷം ഇതേ പാനിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ സീഡ്സ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ശേഷം 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്സും കൂടെ റോസ്റ്റ് ചെയ്യാം. ഇനിയും 1 കപ്പ് ചിരകിയ തേങ്ങ ഒന്ന് ജലാംശം മാറ്റി എടുത്താൽ മതി. ഒരുപാട് കളറൊന്നും ചേഞ്ച് ആക്കേണ്ട കാര്യമില്ല. അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് മാത്രം ഒന്ന് മാറ്റി എടുക്കാം. ഇപ്പോൾ ഈ സ്റ്റെപ്പിൽ നിങ്ങൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. അതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ കോക്കനട്ടിൻ്റെ ജലാംശമൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഈ ചെയ്ത സാധനങ്ങളെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ എള്ള് മാത്രം ഒന്ന് അരച്ചെടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, അത് എള്ളിലെ ഓയിൽ കണ്ടൻറ്റ് കാരണം അത് കുഴഞ്ഞാണ് വരിക. ഇതേപോലെ ബാക്കി നട്ട്സും ഒന്ന് അരച്ച് കാണിച്ചു തരാം. അതും അതുപോലെ അതിൻ്റെ വെള്ളവും ഒന്നും ചേർത്തതല്ല, അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് കാരണമാണ് ഇങ്ങനെ കുഴഞ്ഞു വരുന്നത്. ഇപ്പം ഞാൻ എല്ലാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും എല്ലാം ഒന്നിച്ച് ചേർത്താണ് ഇത് അരച്ചത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ ഇച്ചിരി കുഴഞ്ഞാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലഡുവായിട്ട് ഇത് ഉണ്ടയാക്കി എടുക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഞാൻ ഇതിലോട്ട് മധുരത്തിന് വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് ഒന്നിച്ച് അടിച്ച് എടുക്കാം. മധുരം താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി. ഇനി ഇത് നമുക്ക് ഓരോ ചെറിയ ബോൾസായിട്ട് ഉണ്ടയാക്കി എടുക്കാം. കണ്ടില്ലേ, ബോൾസാക്കി എടുക്കാൻ ഒരു പ്രയാസവുമില്ല. വേഗം തന്നെ അത് ബോളായിട്ട് വരും. എനിക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് ഏകദേശം 23 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബയോട്ടിൻ ലഡു ഇവിടെ റെഡിയായി. എല്ലാവരും തയ്യാറാക്കി.